ഓം ശാന്തി. ബാബ സൂചന നൽകുകയാണ്. സദാ അചഞ്ചലവും ദൃഢവും ഏകരസവുമായ സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. സദാ ഉന്മേഷ ഉത്സാഹത്തിൽ ഏകരസമായിരിക്കുന്നതിനു വേണ്ടി ആര് തന്നെ സംബന്ധത്തിൽ വന്നാലും, അത് വിദ്യാർത്ഥിയാകട്ടെ കൂട്ടുകാരാകട്ടെ, എല്ലാവരെയും സന്തുഷ്ടരാക്കുന്നതിനുള്ള ആകാംക്ഷ വയ്ക്കൂ. ആരെ കാണുമ്പോഴും അവരിൽ നിന്ന് ഓരോ സമയത്തും ഗുണങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കൂ. സർവരുടെയും ഗുണങ്ങളുടെ ബലം ലഭിക്കുന്നതിലൂടെ സദാകാലത്തേക്ക് ഉത്സാഹം ഏകരസമായിരിക്കും. ഗുണഗ്രാഹിയാകൂ. അവഗുണങ്ങളെ കണ്ടിട്ടും കാണാതിരിക്കൂ. ഓം ശാന്തി.